നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കുന്നതായും എല്ലാ ഭാഗങ്ങളും എല്ലാ കോശങ്ങളും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദവമായി ഹാർട്ട്ലെസ് സഹജമാർഗ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്രോതസ്സിൽ നിന്നും വരുന്ന സർവചരാചരങ്ങളുടെയും ഹൃദയത്തിലുള്ള അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി എന്ന് പറയാം, ഐഡന്റിറ്റി ആയിട്ടുള്ള ആ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ആ സ്നേഹപ്രവാഹത്തിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഹാർട്ട്ലെസ് സിസ്റ്റത്തിൽ ഇൻട്രോഡക്ടറി സെറ്റിങ്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻസ് കൂടുതൽ ആഴത്തിൽ പോകാനും ആ അനുഭവങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും ഈ ട്രാൻസ്ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൻ്റെ ആനന്ദം അനുഭവിക്കാനും എല്ലാം ഈ ലളിതമായിട്ടുള്ള സിസ്റ്റത്തിൽ ജോയിൻ ചെയ്താൽ സാധിക്കും. അപ്പോൾ നമ്മൾ വിൽ പവറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇച്ഛാശക്തി. എല്ലാ ചരാചരങ്ങളും അതിൻ്റെ ബീജാവസ്ഥയിൽ നിന്നും പുരോഗമിച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഷേപ്പായിട്ട് മാറുന്നു. മോർഫോജെനിസിസ് എന്ന് പറയും. പ്രപഞ്ചവും അങ്ങനെ തന്നെയാണ്. ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് ഉദ്ഭവിച്ച് പ്രപഞ്ചമായി മാറി. ഇനിയും പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലൊരു പവർ അതിൻ്റെ അടിയിലുണ്ട്. ഒരു ഡയറക്ഷനുള്ള പർപ്പസ് ഉള്ള ഒരു പവർ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ശാസ്ത്രവും ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷനിലാണ്. ഇതെന്താണ് ഈ വിൽ, ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ പവർ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഈ പർപ്പസ് നൽകാനുള്ള
ഈ കഴിവ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തിലാണ്. ഈ പർപ്പസ് നമ്മൾ എത്ര ശ്രമിച്ചാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള കമ്പ്യൂട്ടേഴ്സ് നൽകാൻ സാധിക്കില്ല. മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ പൂർണ്ണമായിട്ടുള്ള നന്മ എന്നുള്ള ആ ഒരു പർപ്പസ് ഓരോ ചരാചരങ്ങൾക്കും അതിന് വളരാനുള്ള സ്വാതന്ത്ര്യം, അതേസമയം തന്നെ ഡിസിപ്ലിനിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലോ, ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഐസക് ആസിമോവിന്റെ ഫൗണ്ടേഷൻ എന്നുള്ള സീരീസ് ഉണ്ട്, എല്ലാവരും വായിക്കണം. അപ്പം അതിൽ അവസാനത്തെ എപ്പിസോഡ്സ് വളരെ വളരെ ടച്ചിങ് ആണ്. എങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാൽ ഗൈഡപ്പ് ചെയ്യപ്പെട്ട് അവർ തന്നെ കാത്തിരിക്കുകയാണ് ഒരു മനുഷ്യന് മാത്രമേ ഇതിനെ ശരിക്കുള്ള ദിശയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. ഒരു റോബോട്ടാണ് പ്രപഞ്ചം ഭരിക്കുന്നത് എന്ന് അവസാനമാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു യോജിപ്പിക്കുന്ന വിൽ പവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്സിൽ എൻട്രോപ്പി എന്നുള്ള ഒരു ഫിനോമിനൻ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും, അത് സെപ്പറേറ്റ് ചെയ്യും. നമ്മളൊരു വീട് പണിത് ശ്രദ്ധിക്കാതിരുന്നാൽ അത് വീട് കേടുവരും. ഒരു കാറ് വാങ്ങി ശ്രദ്ധിക്കാതിരുന്നാൽ അത് കേടുവരും. ക്രമേണ അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. ഒരു കുടുംബം അതിൻ്റെ യോജിപ്പിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഛിന്ന ഭിന്നമായിട്ട് പോകും. അപ്പം അതിനെ യോജിപ്പിക്കുന്ന ഒരു വിൽ, ഒരു പവർ എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. അമ്മയുടെയും അച്ഛൻ്റെയും ആ പ്രസൻസ് എല്ലാവരും യോജിപ്പിക്കുന്നു. പേരൻസ് ലോകം വിടുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കുറഞ്ഞു വരുന്നതോട് കൂടിയിട്ട് ഫാമിലിയിൽ സെപ്പറേഷൻ വരുന്നു. സെൽഫിഷ്നെസ് ക്രമേണ പ്രകടമാവുന്നു. അപ്പൊ എല്ലാത്തിനും യോജിപ്പിക്കുന്ന ആ ഒരു വിൽ, അതിന്റെ അടിയിൽ പ്രവർത്തിക്കുന്നത് സ്നേഹം എന്നുള്ള ഒരു അദൃശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്നേഹത്തിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ അത് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സ്നേഹം എല്ലാത്തിനും യോജിപ്പിച്ചു വെക്കുന്നു. സ്നേഹത്തിന്റെ സ്വഭാവം നിസ്വാർത്ഥതയാണ്, സെൽഫ്ലെസ്നെസ് ആണ്. നേരെ മറിച്ചിട്ട് സ്വാർത്ഥത, സെൽഫിഷ്നെസ്, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എൻട്രോപ്പി എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. വില്ലിന് എതിരെ സഞ്ചരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ അറിയാം, രാവിലെ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, സമയത്തിന് ജോലിക്ക് പോവുക, ഡ്യൂട്ടീസ് നല്ലവണ്ണം നിർവഹിക്കുക, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുക, പേരൻസിനെ ബഹുമാനിക്കുക, പേരൻസ് മാത്രമല്ല ആ ഹൈറാർക്കിയെ മാനിക്കുക, ലോകത്തിലെ എല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കുക, ഷെയർ ചെയ്യുക. കാരണം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു കാരണമുണ്ട് അവിടെ ഉള്ളതിന്. അപ്പൊ ഇതിനൊക്കെ നമ്മൾക്ക് ഒരു ഡിസിപ്ലിൻ, ഒരു വിൽ അവിടെ ആവശ്യമുണ്ട്. രാവിലെ നേരത്തെ എണീക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു അലാം വെച്ചിട്ട് കാര്യമില്ല. അലാം വെച്ച് കഴിഞ്ഞാൽ എണീക്കണം. നമ്മൾ ജോലിക്ക് സമയത്തിന് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ വിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലൊക്കെ ജോലി ചെയ്തോളൂ, ഞാൻ എത്തിയില്ലെങ്കിൽ പണി നടന്നോളും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആരും അറിയുന്നില്ല, അങ്ങനിപ്പോ എല്ലാവരും ഒന്നിച്ച് പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പോയാൽ, സമയം കളഞ്ഞാൽ കുഴപ്പമില്ല. നമ്മുടെ ആ പ്രസൻസിന്റെ പ്രാധാന്യം ഇല്ലാണ്ടേ മാറും. വർക്ക് നടക്കും പ്രപഞ്ചത്തിൽ, പക്ഷെ നമ്മുടെ ആവശ്യം കുറഞ്ഞു വരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള പല ആൾക്കാർക്കും അറിയാം, അവർ ജോലി സമയത്ത് എത്രത്തോളം സിൻസിയറിറ്റി കാണിച്ചു അത്രത്തോളം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വാല്യൂ ഉണ്ടാവും. ഇല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഇല്ല. പൈസ ഉണ്ട്, എക്സ് എന്ന് എഴുതാം, അല്ല അത്രേ ഉള്ളൂ, അതിനൊന്നും പ്രാധാന്യം വേറൊന്നുമില്ല. അപ്പൊ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു യോജിപ്പ് കൊണ്ടുവരുന്നു, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സെൽഫ്ലെസ്നെസ് കൊണ്ടുവരുന്നു, അത്രത്തോളം നമ്മുടെ മനസ്സിന്റെ ഉയർച്ച സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മനസ്സിന് സമാധാനവും ശാന്തിയും പീസും എല്ലാം, സ്നേഹം, ഇത് റേഡിയേറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. നമ്മളോട് ആരും പറയേണ്ട കാര്യമില്ല. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാലറിയാം, പക്ഷികളോട് പറയേണ്ട കാര്യമില്ല ഇത്ര മണിക്ക് എണീക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. പൂക്കളോട് പറയേണ്ട കാര്യമില്ല ഇത്ര മണിക്ക് അത് വിടരണം എന്ന് പറയേണ്ട കാര്യമില്ല. സൂര്യനോട് പറയേണ്ട കാര്യമില്ല ഇത്ര മണിക്ക് അത് ഉദിക്കണം അസ്തമിക്കണം. സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം.
അഥവാ പക്ഷെ ആ റൊട്ടേഷൻ മൂവ്മെന്റ്, പ്രപഞ്ചത്തിന്റെ മൂവ്മെന്റ് നമ്മൾ പറയേണ്ട കാര്യം, ഈ പ്രപഞ്ചത്തിൽ എല്ലാം അതിന്റെ മൂവ്മെന്റ് അനുസ്യൂതമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കടുകടയ്ക്ക് വ്യത്യാസം വന്നാൽ അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ മനുഷ്യനിത് തിരിച്ചറിയേണ്ട ആവശ്യം, മനുഷ്യൻ അത് തൻ്റെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യണം. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യും. അതാണ് സ്വധർമ്മ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. എന്തിനു വേണ്ടിയിട്ടാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത്? എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ സ്വധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ഞാൻ യൂസ്ലെസ് ആവും, എൻ്റെ വളർച്ചയില്ലാതെയാവും, ഞാൻ ചിഹ്ന ഭിന്നമായി പോകും, ഞാൻ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസിലേക്ക് ചിതറിപ്പോവും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള പേഴ്സണാലിറ്റീസ്, പല ആഗ്രഹങ്ങളും ഉണ്ട്. അതാണ് ഈ പേഴ്സണാലിറ്റീസ്. അപ്പൊ അത് അങ്ങോട്ട് പുള്ളിയുന്നു ഇങ്ങോട്ട് പുള്ളിയുന്നു. ഇപ്പൊ വീട്ടിലത്തെ കാര്യം ശ്രദ്ധിക്കുന്നതിന് പകരം പെട്ടെന്ന് സിനിമയ്ക്ക് പോകണം തോന്നുകയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടിക്ക് പോകണം തോന്നുകയാണ്, അച്ഛനെ അമ്മേനെ ഓൾഡ് ഏജ് ഹോമിലാക്കണം തോന്നുകയാണ്. ഇതൊക്കെ നമ്മുടെ സ്വാർത്ഥതയുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഛിന്ന ഭിന്നമായി പോകുന്ന പേഴ്സണാലിറ്റീസിനെ യോജിപ്പിക്കുന്ന ആ ഘടകം, അതാണ് വിൽ പവർ. അപ്പൊ നമ്മൾ വിൽ പവർ ഉപയോഗിക്കും തോറും നമ്മുടെ ഉള്ളിൽ വിൽ പവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്നാണ് ചാരിജി മഹാരാജ് പറയുന്നത്. വിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വിഷമങ്ങൾ, അതിന്റെ കാരണം എന്താണ്? നമ്മൾ വേണ്ട സമയത്ത് വിൽ പവർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. നമ്മളെ യോജിപ്പിക്കാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആഗ്രഹങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നും പറയുന്നത് കൊണ്ടാണ്. വിൽ ഉപയോഗിക്കൂ. നിങ്ങളുടെ പേഴ്സണാലിറ്റീസ് നിങ്ങളെ നയിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളെ നയിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ഹയർ പർപ്പസ് നിങ്ങളെ നയിക്കണം. ആ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന ആ ഒരു ഹയസ്റ്റ് വില്ലുണ്ട് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അറിയാം. എല്ലാം അതിൻ്റെ രീതിയിൽ. ധർമ്മോ രക്ഷതി രക്ഷിത എന്നുള്ളൊരു പ്രസിദ്ധമായിട്ടുള്ള സാൻസ്ക്രിറ്റ് ശ്ലോകം. ആ ധർമ്മത്തെ നമ്മൾ ഫോളോ ചെയ്യണം. ആ ഒറിജിനൽ ധർമ്മത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അതാത് കർമ്മങ്ങളിലെ ധർമ്മം നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ക്രമേണ നമ്മൾ ആ ഹയർ വില്ലിലേക്ക് കണക്റ്റഡ് ആവും. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വിൽ നമ്മൾ ഉയർത്താൻ സഹായിക്കുക? അവിടെയാണ് പ്രയർ എന്നുള്ളൊരു കാര്യം, പ്രാർത്ഥന. പലരും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യാചന എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു, നമ്മൾ ആദ്യം തന്നെ കൃതജ്ഞരാണ്. നമുക്ക് എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊരു ശരീരമുണ്ട്, നമുക്ക് ഇവോൾവ് ചെയ്യാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്, നമുക്കൊരു മനസ്സുണ്ട്, മനസ്സ് ഉപയോഗിക്കാൻ ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്, നമുക്കൊരു ജീവനുണ്ട്, ഇതെല്ലാം ഉപയോഗിക്കാൻ. അപ്പോൾ അതിനോട് നമ്മൾ കൃതജ്ഞതരാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സത്യസന്ധത. നമ്മൾ നമ്മുടെ ജോലി ആരും ശ്രദ്ധിച്ചാലോ ശ്രദ്ധിച്ചില്ലെങ്കിലോ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഉള്ള കഴിവുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഞാൻ ബെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എന്താ വേണ്ടത്? ഞാൻ നിരന്തരമായിട്ട് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ്. മനുഷ്യന് സ്വയം വളരാനും മാനസികമായി ഡെവലപ്പ് ചെയ്യാനും തൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ആരെയും വേദനിപ്പിക്കുന്നത് മാത്രം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരയണം എന്ന് ശ്രീ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. എത്ര നല്ലൊരു വേഴ്സാണ്. നമ്മൾ നമ്മുടെ നന്മയ്ക്കായിട്ട് ചെയ്യുന്ന കാര്യം, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മാനസികമായിട്ടുള്ള ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള നന്മയ്ക്ക് എന്തിനു വേണ്ടി ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് നല്ലതായിട്ട് വരണം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും ഫാമിലിയിൽ അതൊരു പ്രോബ്ലം വരുന്നത്, സൊസൈറ്റിക്ക് അത് പ്രോബ്ലം വരുന്നത്. ഇങ്ങനെയാണ് ഇത് ഇതിനെ ഓർത്തുണ്ടെങ്കിൽ ഹാർമണിയിൽ കൊണ്ടുപോകുക. അത് നമ്മൾ ട്രെയിൻഡ് ആവണം. സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും. അപ്പോൾ വില്ലിനെ ഓപ്പറേറ്റ് ചെയ്യണ സ്നേഹമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട വില്ലാണോ സ്നേഹമാണോ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പക്ഷേ സ്നേഹം നമുക്ക് എന്തായാലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം നൽകി കമ്പാഷനായി നൽകിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ വില്ലും ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയുടെ അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളാൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത്, ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. എല്ലാം എൻ്റെ നന്മയ്ക്കാണ്. എന്ത് അനുഭവങ്ങൾ വരുന്നതും എൻ്റെ നന്മയ്ക്കാണ്. ഞാനാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എവറിത്തിങ് ഈസ് ഗുഡ്. നമ്മളുടെ ചിന്തകളാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അടിയിൽ എന്തായിരിക്കണം? വിശ്വാസം വേണം. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ ഉയർത്തുന്ന ആ വിൽ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ മാനസികമായിട്ടുള്ള ഉയർച്ച സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നെ തീർച്ചയായിട്ടും നല്ല കർമ്മങ്ങൾ മോശമാക്കി ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരില്ല. റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് തോട്ട്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് റിസൾട്ട്സ് എന്നാണ് ഗൗതമ ബുദ്ധൻ പറഞ്ഞത്. റൈറ്റ് ഇന്റൻഷൻ വേണം, റൈറ്റ് തോട്ട് വേണം, റൈറ്റ് ആക്ഷൻ വേണം, റൈറ്റ് റിസൾട്ട് തീർച്ചയായും. റൈറ്റ് റിസൾട്ട് എന്താണ്? മനസ്സിന് ഉയർച്ച. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഫലം എന്ന് പറഞ്ഞാൽ മനസ്സ് ഉയരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വിശ്വാസം നമുക്ക് വേണം. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഞാനെന്നുള്ള ഭാവോടെ ഇല്ലാതെയും ആവും. എറ്റേണലായിട്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറ്, വെയിറ്റിംഗ്, കാത്തു നിൽക്കാൻ തയ്യാറാവും. കാത്തു നിൽക്കുമ്പോഴാണ് നമ്മളവിടെ അപ്രത്യക്ഷമാവുന്നത്. ഞാൻ എൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങയുടെ ഡയറക്ഷനായിട്ട്, ഹയർ വില്ലിന്റെ ഡയറക്ഷനായിട്ട്. ഞാൻ ഉള്ളിൽ വെയിറ്റ് ചെയ്യാൻ, വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ റെസ്റ്റ്ലെസ്സും വെയിറ്റിങ്ങും, ആക്ടിവിറ്റി, ഉള്ളിൽ വെയിറ്റിംഗ്, ഇതൊക്കെ വിപരീതമായിട്ട് തോന്നാം, പക്ഷെ ഇതൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യം. അപ്പൊ എറ്റേണൽ ആയിട്ടുള്ള വെയിറ്റിംഗ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഫ്ലോയിലേക്ക് കണക്ട് ആവും. നമ്മുടെ ഉള്ളിലൂടെ പ്രവഹിക്കുന്ന സ്നേഹപ്രവാഹത്തിലേക്ക് നമ്മൾ കണക്ട് ആവും. അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനാ ഭാവം, ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞു. യഥാർത്ഥ ലക്ഷ്യം ഏറ്റവും ഉയർന്നതാണ്. എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന സോഴ്സിലേക്ക് എത്തിച്ചേരുക. ആ സോഴ്സിൽ എത്തിച്ചേർന്ന് അത് അതേപോലെ തന്നെ ഒഴുകാൻ, എന്നിലൂടെ ഒഴുകാൻ അനുവദിക്കുക. ഞാൻ അവിടെ ഒരു മാധ്യമം മാത്രമാണെന്ന് തിരിച്ചറിയുക. അപ്പൊ ഈ ഒരു ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥന പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം. എല്ലാ തലങ്ങളെയും നമ്മൾ പെട്ടെന്ന് ട്രാൻസെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിലൂടെ. ഏത് സ്റ്റേജ് തുടങ്ങിയാലും ഒരു ലാഡർ പോലെയാണ് എന്നാണ് ബാബുജി മഹാരാജ്, ഒരു കോണി പോലെയാണ്. എവിടെ നിന്ന് തുടങ്ങിയാലും നമ്മൾ പ്രാർത്ഥനാ ഭാവത്തിൽ നിന്ന് അപ്പൊ തന്നെ നമ്മൾ എത്തുന്നത് ഹയസ്റ്റ് വില്ലിലേക്കാണ്. എവിടെയൊക്കെ പ്രാർത്ഥനാഭാവം ഉണ്ടോ അവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹയസ്റ്റ് ആണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നിങ്ങളുടെ ഈ തരത്തിലുള്ള ധർമാധർമ്മ ചിന്തകളൊക്കെ വെടിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കൂ, കർമ്മം എല്ലാം ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു തരത്തിലുള്ള സിന്നും ഉണ്ടാവും. സിന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സെൽഫിഷ്നെസ് വരില്ല. അതാണ് സിൻ എന്ന് പറഞ്ഞത്. സെൽഫിഷ്നെസ് സിന്നും, സെൽഫ്ലെസ്നെസ് വെർച്യു ആണ്. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് പ്രാർത്ഥന എങ്ങനെ ചെയ്യണം, എന്താണ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ചിട്ടെല്ലാം ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.